ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ എപ്പിസോഡൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജാനകി അനാമികയുടെ അച്ഛനമ്മേനെയും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഫോൺ എടുക്കേണ്ട അമ്മയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കണം. എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇന്ന് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ, അനിമോന് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരണം എന്ന് വിചാരിച്ചതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ നിങ്ങളെ സ്വന്തം അച്ഛനമ്മയായിട്ട് കാണാത്തവന് എന്തിനാ പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഞങ്ങളുടെ ഒരേ ഒരു മരുമോനല്ലേ എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ കാറ് മേടിച്ചു കൊടുത്തിട്ട് ഇപ്പം എന്തായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങളുടെ മോളിപ്പോൾ ഹാപ്പി വിഷു എന്നൊക്കെ ആദ്യം വിഷയണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ മോളിപ്പോൾ അവിടെ പുറമ്പോക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ തോന്നാൻ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ. അങ്ങനെ തോന്നിയില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നണത്. അവളേനെ ഇതുവരെ അനന്തപുരി ട്രസ്റ്റിൽ അംഗാക്കിയിട്ടില്ലല്ലോ. അതിപ്പോൾ പുതിയ മരുമക്കളെ ആരെയും അംഗാക്കിയിട്ടില്ല, വേണമെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ടോട് സംസാരിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ അതിൽ അംഗാക്കിയിട്ട് ഒന്നും സമ്പാദിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടൊന്നല്ല, പിന്നെ അവിടുത്തെ അംഗായില്ലെന്നൊരു വിശ്വാസം അത്രമാത്രം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്ന് ഇറങ്ങാൻ പറയുമ്പോൾ പറയുന്നുണ്ട് അവിടെ അങ്ങോട്ട് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ ചോദിച്ചു കേട്ടോ. അല്ല, ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടായിട്ട് വേണ്ടേ ഇങ്ങോട്ട് വരാൻ, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയണ്ട കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടട്ടെ, അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ട്രസ്റ്റിൽ അംഗാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തേ വേണ്ടേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് പിന്നെ വേണ്ടേ, ഒരു ചിന്ത അവിടെ ആർക്കും ഇല്ല. നവീൻ നയനിയൊന്നും ആ ട്രസ്റ്റിൽ അംഗമല്ല എന്നാണ് പറയണേ എന്ന് പറഞ്ഞു. അവരുടെ പോലെയല്ലോ നമ്മുടെ മോൾ അങ്ങോട്ട് കയറി ചെന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അവിടുത്തെ ആണുങ്ങൾ ആരെങ്കിലും കയ്യിൽ കിട്ടണം, എന്നാലേ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിപ്പോൾ ആകെ അഭിയാനം ഉണ്ടായിരുന്നത്, അവനിപ്പോൾ അതേ ഭാര്യ വീട്ടിലേക്ക് പോകണ്ടെന്നാണ് അനമക മോള് പറയണത്. അവനതിന് അവിടുത്തെ അങ്കലല്ലോ. പക്ഷേ ആ കിളവനും കിളവി അവിടെ ഒരു കൊച്ചുമോൻ്റെ സ്ഥാനമാണ് കൊടുത്തിരിക്കണതേ. അവിടുത്തെ ആണുങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ പേരിൽ ജയനോ മറ്റോ ഇതിൻ്റെ പേരിൽ വല്ല വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൂടെ നിന്നിട്ട് നമ്മുടെ പണി എളുപ്പമാക്കാൻ പറ്റുള്ളൂ. കോളം കലക്കി മീൻ പിടിക്കണം, ആരെങ്കിലും ഒന്ന് കോളം കലക്കിയാൽ പിന്നെ നമ്മുടെ പദ്ധതികളൊക്കെ വേഗം നടന്നോളും. ഇപ്പോൾ നവീൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ മോളും ജാനകി കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർന്ന് പ്രവർത്തിച്ച് നമുക്ക് എളുപ്പമാവില്ലേ നമ്മുടെ പണികളൊക്കെ എന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ. നമുക്ക് അവരില്ലാത്ത സമയം നോക്കിയിട്ട് ഒന്ന് പോയി വന്നാലോ, എന്തായാലും വിളിച്ചതല്ലേ ചോദിക്കണ്ട അമ്മ. നിനക്ക് വേണമെങ്കിൽ നീ പോയി വന്നോ, എനിക്ക് വയ്യ. 1-ാം തീയതി വിഷയമായിട്ട് എന്തെങ്കിലുമൊക്കെ പണി കിട്ടി കഴിഞ്ഞാലേ അല്ലെങ്കിലേ നിൻ്റെ മുഖം കണ്ടിട്ടാണ് എനിക്കത് എന്നും പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും അതിനിപ്പോൾ എന്താ, എൻ്റെ മുഖത്തിനിപ്പോൾ എന്താ കുഴപ്പം ചോദിച്ചിട്ട് അമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ നയനയുടെ വീട്ടിൽ നയന അങ്ങനെ ഇസ്ത്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നന്ദുട്ടൻ കയറി വരുന്നുണ്ട്. നന്ദുട്ടൻ ചോദിക്കുന്നുണ്ട് ഈ പണിയൊക്കെ പുറത്ത് കൊടുത്ത് ചെയ്യിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് നമ്മളെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ, പിന്നെ മാത്രമല്ല പുറത്ത് പോയി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വൃത്തിയാവില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദുട്ടനോട് പറയുന്നുണ്ട് അനിയായിട്ട് അടുത്തപ്പോൾ നിൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം, പണ്ട് നീ നല്ല ബോൾഡായിരുന്നു, ഇനി ഇപ്പോൾ ഒരു SI ഒക്കെ ആവാൻ പോണതാ, ഇത്തിരിയും കൂടിയൊക്കെ ബോൾഡാവാം. അപ്പം നമ്മുടെ നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇവളോട് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളതാ. ഇതേ മോളെ, നമ്മളെ ഒരു പലിശക്കാരനൊരുത്തണ്ടല്ലോ, നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ അപമര്യാദയായിട്ട് പെരുമാറിയ ഒരുത്തൻ, അവനിട്ട് നല്ല രണ്ടെണ്ണം കൊടുക്കണം, പിന്നെ വേറൊരാൾക്കും കൂടിയും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കേണ്ട അതാർക്കാ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നയനെ ചിരിച്ചിട്ട് പറയുന്നുണ്ട് വേറെ ആർക്കാ, അബിയുടെ അമ്മയ്ക്ക് അത്ര തന്നെ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ 3 പേരുണ്ടായിരുന്ന സമയത്ത് എന്നെക്കാളും എത്രയോ ഇരട്ടി ബോൾഡായിരുന്നു ചേച്ചി നയനേച്ചി, ഇപ്പം എന്താ ഇങ്ങനെ ഇത് വല്ലാതെ ഒതുങ്ങിക്കൂടി പോയ പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യം പറയുന്നുണ്ട് അത് ശരിയാ, ഇവള് ശരിക്ക് നമ്മളെക്കാളും മുന്നേ ആ വീട്ടിലേക്ക് വന്ന ആദർശേട്ടൻ്റെ അമ്മയാണ് അവിടെ മുഴുവൻ ഭരിച്ചിരുന്നത്. ഇപ്പോഴോ ചെങ്കോലും കിരീടും ഒക്കെ നിൻ്റെ കയ്യിലുണ്ട്, എന്നിട്ടും നീ ഇതെങ്ങനെ. ആദർശേട്ടൻ്റെയും മുത്തശ്ശൻ്റെയും കാര്യമൊന്നും പറയും വേണ്ട, നീ അവിടുത്തെ മൂത്ത മരുമകളായതുകൊണ്ട് മാത്രമല്ല, നീ ഇപ്പോൾ മൂർത്തി ജ്വല്ലറീനെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടും കൂടിയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് അതൊക്കെ ആദ്യമൊക്കെ നല്ല ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഇഷ്ടമില്ലാത്ത പ്രവർത്തിക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ ആ വീട്ടിലത്തെ ഒരു അംഗമല്ലേ, അപ്പോൾ ആ വീട്ടിലത്തെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് പെരുമാറാനും ജീവിക്കാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശേട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാനും വയ്യ, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അനാമികയുടെ മുന്നിൽ എന്തിനാ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നേ. അനാമികയുടെ മുമ്പിൽ ഞാൻ അങ്ങനെ നിൽക്കാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നിൽക്കാറില്ല, പക്ഷെ നീ വേണ്ടതും സമയത്ത് പറയാണ്ട്
ഇനി മാറാറുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അന്ന് അച്ഛനും അമ്മേനെ അഭിമാനിച്ച് സംസാരിച്ചപ്പോൾ അവളുടെ മുഖത്തടിച്ച് തന്നെ ഞാൻ അവൾക്ക് മറുപടി കൊടുത്തത്. പിന്നെ ഇതിലും മേലെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ അനിയും അനാമികയും വേർപിരിയരുതെന്ന് തന്നെയാണ് ആ വീട്ടിലുള്ള പോലെ എൻ്റെ എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ അവളെന്നെ കൂടുതൽ ചൊടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട്, അവളുടെ അച്ഛനും അമ്മയും എത്ര വലിയവരായാലും ശരി, ചില തെളിയാത്ത കാര്യങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ മാലയുടെ കേസ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയും മോഷ്ടിച്ചു എന്ന് അവർ പറഞ്ഞുകൊണ്ട് നടക്കണത്. യൂണിഫോം ദേഹത്ത് കയറി കഴിഞ്ഞാൽ അതിന് അന്വേഷിക്കാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും വെറുതെ വിടില്ല. ചേച്ചി മുത്തച്ഛനോട് പറഞ്ഞിട്ട് എനിക്ക് ഈ സ്റ്റേഷനിൽ ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ മാത്രം മതി, ബാക്കി ഞാൻ ഏറ്റു. അത് കഴിഞ്ഞ് നവ്യടി എൻ്റെ വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനൊന്ന് വാരി കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു ഉരുള നമ്മുടെ നന്ദുട്ടന് വാരി കൊടുത്തു. അപ്പോൾ പിന്നെ അച്ഛനും അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താന്ന് പറഞ്ഞിട്ട് ചേച്ചിമാരൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഒന്നുകൂടി ഞാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, വേണ്ട അമ്മേ, വയറ് നിറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കണ നീയാണല്ലോ, പിന്നെ എന്താ കഴിക്കാത്തേ? ഇന്നെന്തോ ഇറങ്ങാത്ത പോലെ. നീ കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കഴിക്കണില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നയന കേട്ടോ. അപ്പോൾ ഹലോ, അച്ഛനും അമ്മയും എല്ലാം തകർന്ന മട്ടിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്നാൽ ശരി ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദൂട്ടൻ കഴിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ ഈ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഇനി അധികം പണിയൊന്നും എടുക്കണ്ട, ഇനിയിപ്പോൾ ഞാൻ ജോലിക്കാരിയാവാൻ പോവല്ലേ, അച്ഛന് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നത്, അതെന്തിൻ്റെ ഇപ്പോൾ നീ കൊടുക്കുന്നേ, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ മേടിക്കാഞ്ഞിട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അല്ല അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് കേട്ടോ, അതെ ഇവർ രണ്ടാളും കാശുകാരാട്ടോ, എന്നെ കൊണ്ട് പൈസ തന്ന് സഹായിക്കാനൊന്നും പറ്റില്ലേ എന്ന് പറയുന്നുണ്ട്. നീ പൈസ തരേണ്ട, ഒന്നും തരണ്ട, നീ നിന്നെപ്പോലെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിച്ച് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദൂട്ടൻ പറയുന്നുണ്ട്, ചേച്ചിയുടെ പ്രസവത്തിന് ഇവിടെ അടുത്തില്ല എന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെയെന്ന്. അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട, ഇപ്പോൾ വീഡിയോ കോളൊക്കെ ഉണ്ടല്ലോ, അടുത്ത് കാണുന്ന പോലെ തന്നെ കാണാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് 3 പെൺമക്കളും കൂടിയിട്ട് ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണുന്നത്. അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നൊക്കെ പറയേണ്ട അച്ഛൻ. അതിൻ്റെ ഇടയ്ക്ക് നന്ദൂട്ടൻ പറയുന്നുണ്ട്, അതെ ഇന്ന് രാത്രി ഫ്രണ്ട്സൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ട് ഡിന്നർ തരാനായിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അപ്പം അമ്മ എടുത്ത് കഴിക്കും, വേണ്ട അതൊന്നും വേണ്ട, ഇനി ആകെ കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ നമ്മുടെ കൂടെയുള്ളത്, അതൊന്നും കൂട്ടുകാരുടെ അടുത്ത് പോയി സ്പെൻഡ് ചെയ്തിട്ട് കളയണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അനിയും കാണുമല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്. അല്ല കഴിഞ്ഞ ദിവസം അത് സംഭവിച്ചല്ലോ, അതുകൊണ്ട് ചോദിച്ചത്, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമല്ലേ മോളെ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ ഫുഡ് മതിയെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദൂട്ടൻ എണീറ്റ് പോയിട്ട് റൂമിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, നന്ദൂട്ട നിന്നെ വിടാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല, പെൺകുട്ടികൾ ഈ സമയത്ത് കാക്കിയിടുന്നത് ഇപ്പോൾ അത്ര കാലഘട്ടത്തിൽ കാക്കിയിടുന്നത് അത്ര പുതുമയൊന്നുമല്ല, എന്നാലും ഞങ്ങളുടെ നന്ദൂട്ടനായതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടി. അപ്പോൾ അച്ഛനും കുറേ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. കാക്കി ദേഹത്ത് കയറിയ പിന്നെ നമുക്ക് പലരോടും വിധേയത്വമൊക്കെ കാണിക്കേണ്ടി വരും, എല്ലാ നീതിയും നടപ്പിലാക്കാൻ പറ്റിയെന്നൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എപ്പോഴും തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നീയും അനിയായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നീ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു കുറവ് വരുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിന്നെ വിടാൻ തന്നെ കാരണം. നീ ആദർശിൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ, ആദർശിൻ്റെ അമ്മ ഇപ്പോൾ നന്നായി നയനേനെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അബിയും നവ്യയും, മോളായിട്ട് അതിനൊരു കുഴപ്പം വരുത്തരുത് എന്ന് പറയുന്നുണ്ട്. മോള് പോയി SI ഒക്കെ ആയി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബന്ധം അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തരാം എന്ന് പറയുന്നുണ്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട്, വേണ്ടമ്മേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇനി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല, അല്ലെങ്കിൽ തന്നെ എൻ്റെ ഈ പ്രൊഫഷനും കുടുംബം കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്, പിന്നെ അനിയനായിട്ട് മാക്സിമം അകന്ന് നിൽക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. ആ കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് മോളെ വിശ്വാസം വരുന്നില്ല, എന്തായാലും മോള് നാളെ പോവുമല്ലേ, അതുകൊണ്ട് കൂടുതലൊന്നും പറയണില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് നന്ദൂട്ടനെ കണ്ടിട്ട് മതിയാവണില്ല. അപ്പോൾ അമ്മ വീണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ നയന ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ ഒരു മിസ് കോളും ഇല്ലല്ലോ, ഒരു മെസ്സേജ് പോലും ഇല്ല, ഇവൻ്റെ ഭർത്താവിന് ഇതെന്ത് പറ്റി എന്നും പറഞ്ഞിട്ട് കോൾ ചെയ്തപ്പോൾ കോൾ കട്ടാക്കി കേട്ടോ. അപ്പോൾ മെസ്സേജ് ഇട്ടപ്പോൾ അതിന് റിപ്ലൈ ഇല്ല. അങ്ങനെ അസ്വസ്ഥയായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വിളിച്ചു നോക്കാമെന്നും പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട്, ആദർശനെ അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ എടുക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, എന്താ മോളെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശേട്ടൻ എന്താ പറ്റി അമ്മേ, അവൻ എന്താ പറ്റിയെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നെ വിളിച്ചിട്ട് എടുത്തില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ല, നാളെ നന്ദൂട്ടൻ പോണതാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ആദർശമായിട്ട് ഇവിടെ വരേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനോട് ഇപ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്താണെന്ന്, എന്നാലും ഞാൻ മാക്സിമം അറിയാൻ ശ്രമിക്കാം, മോളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാണ്ട് നന്ദൂട്ടൻ പോവല്ലേ, എല്ലാവരും കൂടി സന്തോഷത്തോട് കൂടിയിട്ട് അവളെ യാത്രയാക്കാൻ നോക്ക്
ഇത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്നും പറഞ്ഞിട്ട് അമ്മ ഫോൺ വെച്ചു കേട്ടോ. ഫോൺ വെച്ചിട്ട് മെല്ലെ നമ്മുടെ ആദർശിൻ്റെ അടുത്ത് ചേരുന്നുണ്ട്. അപ്പോൾ ആദർശ് അവിടെ ലാപ്പിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ അമ്മ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണേ, അമ്മ എന്താ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, നിൻ്റെ ഭാര്യയോട് പറയണം അല്ല എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറയുമ്പോൾ അമ്മ എന്തിൻ്റെ ഫോൺ എടുത്തേ നോക്കിയാൽ അത് അങ്ങനെ പെട്ടെന്ന് എടുത്തു പോയതാണ്. സത്യം പറഞ്ഞാൽ അവളുടെ നമ്പറൊന്നും ഞാൻ സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തു പോയത്. പിന്നെ അപ്പോഴോ ഒരേ പരാതി പറച്ചിലും. അപ്പോൾ അമ്മയ്ക്ക് എന്നോട് ഈ പറഞ്ഞതൊക്കെ അവളോട് പറഞ്ഞൂടെ എന്നൊക്കെ അത് പിന്നെ എടുത്ത് തപ്പി കളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, നീ അവളും തമ്മിൽ വലിയ ലോഹ്യത്തിലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റിയിട്ടില്ല, അപ്പോൾ അവളില്ലാന്ന് വെച്ചിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അല്ല, അമ്മയ്ക്കിപ്പോൾ എന്താ കുഴപ്പം? എൻ്റെ ഉറക്കമൊന്നും പോയിട്ടില്ല. എപ്പോഴും വിളിച്ച് പറയണ പോലെ എൻ്റെ ഉറക്കം പോയി എന്ന് പറയണ്ട, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആരോടൊന്നും പറയാൻ പോണില്ല, ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശം അത് എനിക്കും തോന്നുന്നുണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ നോക്കുന്നുണ്ട് കേട്ടോ, കണ്ടിട്ടിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ മാറ്റം അമ്മയ്ക്കും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ആകെ അന്തടിച്ച് നിൽക്കുന്നുണ്ട്, ഇത് എന്തപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ പത്തരമാറ്റി എന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.